ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഇസ് അബൌട്ട് ഡ്രോയിങ് പാർ കമ്പ്യൂട്ടേഷൻ. വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ഫോർ ദിസ് പർട്ടിക്കുലർ അറ്റംപ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ആൻഡ് 4 to 6 marks ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ അറ്റംപ്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരു ഏരിയ ആണ് പർട്ടിക്കുലർലി ഡ്രോയിങ് പാർട്ട്. ആൻഡ് കാരണം വേറൊന്നുമല്ല, ഇത് എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഡ്രോയിങ് പാർട്ട് എന്തൊക്കെയോ ആണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പോകും. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. ഡ്രോയിങ് പാർട്ട് കമ്പ്യൂട്ടേഷൻ ഒന്നുമില്ല, അതിന് ജസ്റ്റ് സിമ്പിൾ ലോജിക് മാത്രമേ ഉള്ളൂ. ആ ലോജിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, റിപ്പീറ്റ്, ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ 4 to 6 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് 4 to 6 മാർക്ക് ഇസ് നോട്ട് ജസ്റ്റ് എ സ്മോൾ നമ്പർ. ഓക്കെ, ഈവൻ 1 മാർക്ക് എന്താണ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക് ആണ് ഈ പർട്ടിക്കുലർ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഡ്രോയിങ് പാർ എന്നുള്ള ഒരു ആസ്പെക്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡ്രോയിങ് പാർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിയെ ബേസ് ചെയ്തിട്ട് അവരുടെ സ്റ്റോക്ക് ഇവാലുവേറ്റ് ചെയ്ത ബേസിൽ അവർക്ക് എത്ര ലോൺ എടുക്കാം അല്ലെങ്കിൽ എത്ര ക്രെഡിറ്റ് ഫെസിലിറ്റി എടുക്കാം എന്നുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ആണ് ഡ്രോയിങ് പാർ കമ്പ്യൂട്ടേഷൻ. അല്ലെങ്കിൽ ഡ്രോയിങ് പാർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യാം എന്നുള്ളത് ആണ് എന്ത് ഡ്രോയിങ് പാർ. ആൻഡ് വേറൊരു ആസ്പെക്ട് ഉണ്ട്, സാങ്ഷൻ ലിമിറ്റ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം അറിയായിരിക്കും, ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വേരിയസ് ബാങ്കിൽ നിന്നൊക്കെ പല മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എന്താ, അതായത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 2 lakhs അല്ലെങ്കിൽ 4 lakhs അല്ലെങ്കിൽ 50,000 rupees ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിത്തൗട്ട് ക്വസ്റ്റ്യൻസ് ആസ്ക്, വിത്തൗട്ട് എനി പേപ്പേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവൈൽ ചെയ്യാം, ലോൺ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നിങ്ങളുടെ സിവിൽ സ്കോറിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് അനുസരിച്ച് ഓരോ ബാങ്ക്സ് അവർക്ക് എന്ത് ചെയ്യും, സാങ്ഷൻ ലിമിറ്റ്, അതായത് മാക്സിമം അവർക്ക് എന്തെടുക്കാം, ഇത്രയും എമൗണ്ട് അവർക്ക് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം. അതാണ് സാങ്ഷൻ ലിമിറ്റ്. ഈ ഡ്രോയിങ് പാർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ട്, ഓക്കെ, ഡെറ്റർ അനാലിസിസ് ഒക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇത്ര എമൗണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് ആണ് ഡ്രോയിങ് പാർ. റിമെമ്പർ ഓൾവേസ്, ഡ്രോയിങ് പാർ വിൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ സാങ്ഷൻ ലിമിറ്റ്. സാങ്ഷൻ ലിമിറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കില്ല എന്ത് ഡ്രോയിങ് പാർ, ഒരിക്കലും ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഐദർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഈ സാങ്ഷൻ ലിമിറ്റിനെക്കാട്ടിലും ഒന്നെങ്കിൽ കുറവായിരിക്കും അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സാങ്ഷൻ ലിമിറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് സാങ്ഷൻ ലിമിറ്റ് 1 lakh ആണ്, അവർ ഡ്രോയിങ് പാർ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ 2 lakhs വന്നു, പറ്റത്തില്ല. എന്ത് ചെയ്യാം, അവർക്ക് 1 lakh വരെ ഡ്രോയിങ് പാർ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ദോ അവരുടെ സ്റ്റോക്കിനെയൊക്കെ ബേസ് ചെയ്ത് 2 lakhs വരെ ഡ്രോയിങ് പാർ കിട്ടും എന്നുണ്ടെങ്കിലും സാങ്ഷൻ ലിമിറ്റ് 1 lakh ആയതുകൊണ്ട് അവർക്ക് 1 lakh കിട്ടും. ഇനി വേറൊരു സിറ്റുവേഷൻ, അവരുടെ ഡ്രോയിങ് പാർ 50,000 ആണ്, പക്ഷെ സാങ്ഷൻ ലിമിറ്റ് 1 lakh ആണ്. സോ അപ്പൊ അതിൽ കൂടുതൽ എടുക്കാനായിട്ട് പറ്റും. 50 lakhs അല്ല, ഡ്രോയിങ് പാർ കംപ്ലീറ്റ് ചെയ്ത് 50 lakhs, പക്ഷെ സാങ്ഷൻ ലിമിറ്റ് ഇത്ര 1 lakh ആണ്. അപ്പൊ 1 lakh എടുക്കാൻ പറ്റുമോ? നോ, 50,000 വരെ എടുക്കാൻ പറ്റും. സോ ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്താണ്, ഡ്രോയിങ് പാർ വിൽ നോട്ട് എക്സീഡ് സാങ്ഷൻ ലിമിറ്റ്. ഡ്രോയിങ് പാർ വിൽ ഐദർ ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ സാങ്ഷൻ ലിമിറ്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം എക്സാമിന് തെറ്റിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ ഒന്നാണ് ഈ പർട്ടിക്കുലർ ആസ്പെക്ട്. ഓക്കെ, അതായത് ഡ്രോയിങ് പാർ ചിലപ്പോൾ എന്താണ് സാങ്ഷൻ ലിമിറ്റിനെക്കാട്ടി കൂടുതലായിട്ടായിരിക്കും കമ്പ്യൂട്ടേഷൻ ചെയ്തപ്പോൾ വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഡ്രോയിങ് പാർ അത്രയുമാണ് എന്ന് നിങ്ങൾ എഴുതി വെക്കും, വെച്ചാണ്. ഓക്കെ, സാങ്ഷൻ ലിമിറ്റ് അതിൽ കുറവാണെങ്കിൽ ഡ്രോയിങ് പാർ വിൽ ബി ലിമിറ്റഡ് ടു ദി സാങ്ഷൻ ലിമിറ്റ്. ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഡ്രോയിങ് പാർ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ, അതായത് 95% ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഒറ്റ ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. എന്താണ്, സ്റ്റോക്ക് എടുക്കുക. ജസ്റ്റ് ഒരു റാൻഡം എക്സാമ്പിൾ ബേസ് ചെയ്ത് ഞാൻ പറയാം. സ്റ്റോക്ക് 10,000 ആണെന്ന് വെച്ചോ, അതിൽ അൺപെയ്ഡ് സ്റ്റോക്ക് ഉണ്ടാവും. അൺപെയ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ക്രെഡിറ്റേഴ്സ്. സ്റ്റോക്കിൽ നിന്ന് ക്രെഡിറ്റേഴ്സ് മൈനസ് ചെയ്യും. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇവിടെ 2,000 ആണെന്ന് വെച്ചോ, നമുക്ക് എത്രയായി, 8,000 കിട്ടി.
Okay, 8,000 number of stock. Okay, so paid stock is 8,000. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ അത് സ്പെസിഫൈ ചെയ്തിരിക്കും മാർജിൻ ഓൺ സ്റ്റോക്ക് അതേപോലെ മാർജിൻ ഓൺ ഫീച്ചേഴ്സ്. ഇവിടെ നമുക്ക് 50% എടുക്കാം ഫോർ ഈസി കാൽക്കുലേഷൻ. അപ്പോൾ മാർജിൻ ഓൺ സ്റ്റോക്ക് അറ്റ് 50% എത്രയാണ്? ഈ 8,000 50% 4,000 കുറയ്ക്കുക, എത്ര കിട്ടും? 4,000. ഇത് എ ഡ്രോയിങ് പാർട്ട് ഓൺ സ്റ്റോക്ക്. ഇത് എ അവിടെ. അതേപോലെ ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടാവും. ഡെറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ 5,000 എടുക്കാം. ഇനി 3 months കൂടുതലായിട്ടുള്ള ഡെറ്റേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഎലിജിബിൾ ആക്കുന്നു. ലെസ് ഇൻഎലിജിബിൾ ഡെറ്റേഴ്സ് ഇവിടെ എടുക്കാൻ സാധിക്കും. ഒരു 1000 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 1000 4,000 വന്നു ബാലൻസ്. ഓക്കെ, ഇനി മാർജിൻ 50% 2,000 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 2,000 കിട്ടും. ഇനി ഇത് ബി ഡ്രോയിങ് പാർട്ട് ഓൺ ഡെറ്റേഴ്സ്. ടോട്ടൽ ഡ്രോയിങ് പാർട്ട് എത്രയാണ്? എ പ്ലസ് ബി എത്രയാ? 4,000 പ്ലസ് 2,000 6,000. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഡ്രോയിങ് പാർട്ട്. സാങ്ഷൻ ലിമിറ്റ് സേ ഫോർ എക്സാമ്പിൾ 5,000 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് പാർട്ട് വിൽ ബി ലിമിറ്റഡ് ടു 5,000 നോട്ട് 6,000. സാങ്ഷൻ ലിമിറ്റ് 15,000 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എത്രയായി? 6,000. ഇതാണ് ബേസിക് ആയിട്ട് ഡ്രോയിങ് പാർട്ട് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ രീതി. ഓക്കെ, വേറെ ഒന്നും ഇതിനകത്ത്. കുറച്ച് അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. സോ ഇതാണ് ഡ്രോയിങ് പാർട്ട് കമ്പ്യൂട്ടേഷൻ ടെക്നിക്. നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. അപ്പൊ 3 ക്വസ്റ്റ്യൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും, തേർഡ് ക്വസ്റ്റ്യൻ ഇസ് സെയിം ലൈക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1. സോ അത് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആണ്, ഇനിയും നിങ്ങൾക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യും. ജസ്റ്റ് ആസ് എ റിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഇനി അല്ല, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് നോക്കണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ മൂവ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, യെസ്. Question number 1. Compute drawing part or cash credit account of S Limited. S Limited എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അവരുടെ ഡ്രോയിങ് പാർട്ട് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യുക ഫോർ ദി മന്ത് ഓഫ് മാർച്ച് 2024 വിത്ത് ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. ഇങ്ങനത്തെ ഇൻഫോർമേഷൻ ക്വസ്റ്റനിൽ എപ്പോഴും തന്നിരിക്കും. അപ്പൊ അവർക്ക് സ്റ്റോക്ക് ഉണ്ട് 15,000, ഡെറ്റേഴ്സ് ഉണ്ട് 45,000. അതിൽ 5,000 എത്ര എന്നത്തെ ഇൻവോയ്സ് ഡേറ്റഡ് ആണ്? 15/11/2023. വേറൊന്നുമല്ല, ഇവിടെ ഒരു നോട്ട് ഉണ്ട്. ഡെറ്റേഴ്സ് ഓൾഡർ ദാൻ 3 months ആർ ഇൻഎലിജിബിൾ ഫോർ കാൽക്കുലേഷൻ ഓഫ് 3 months കൂടുതൽ ആയിട്ട് ഡെറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ പർട്ടിക്കുലർ ഡെറ്റർ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡ്രോയിങ് പാർട്ട് കമ്പ്യൂട്ടേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് നമ്മൾ ഇൻഎലിജിബിൾ ഡെറ്റർ ആയിട്ട് മൈനസ് ചെയ്ത് കളയുന്നത്. പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്ത് കളയുന്നു. അൺപെയ്ഡ് സ്റ്റോക്ക്, പിന്നെ അൺപെയ്ഡ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എടുത്ത് കളയുന്നു. സാങ്ഷൻ ലിമിറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇത് ശ്രദ്ധിക്കണം. ഇത് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചേക്കുക. 45,000 ആണ്. അതേപോലെ മാർജിൻ ഓൺ സ്റ്റോക്ക് 20%, അതേപോലെ മാർജിൻ ഓൺ ഡെറ്റേഴ്സ് 50%. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഓൾറെഡി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു എക്സൽ കാൽക്കുലേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന പോലെ, ഓക്കെ, നമ്മൾ തന്നെ സോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സോ സ്റ്റോക്ക് ആറ്റ് റിയലൈസബിൾ വാല്യൂ. ഞാൻ ഇങ്ങനെ ഒരു ഇലാബറേറ്റഡ് പ്രസന്റേഷൻ ആണ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പെർട്ടിക്കുലേഴ്സ്, അതേപോലെ ഡ്രോയിങ് പാർട്ട് അല്ലെങ്കിൽ എമൗണ്ട് ഇൻ റുപ്പീസ് എന്ന് പറയുന്നത് ഞാൻ സ്പെസിഫൈ ചെയ്യാം. ആൻഡ് ശ്രദ്ധിക്കണം, എമൗണ്ട് എപ്പോഴും എഴുതുമ്പോൾ എമൗണ്ട് ഇൻ റുപ്പീസ് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ റുപ്പീസ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അത് വിട്ടുപോയാൽ മാർക്ക് കുറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഐസി ആണ്, കുറച്ചിരിക്കും. എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റും? ലൈക്ക് ഫോർ എക്സാമ്പിൾ, എപ്പോഴാണ് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു എക്സംഷൻ ലെവലിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ 58, 59, 60, 61 ആ റേഞ്ചിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് മാക്സിമം നിങ്ങൾക്ക് എക്സംഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യും. എക്സംഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി അവർ വെട്ടി ദൂരെ കളയും. എന്നിട്ട് ഇവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ റുപ്പീസ് എഴുതിയില്ല, മൈനസ് ഇട്ട് കളയും.
പോയി. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് 60 മാർക്ക് കിട്ടിയതായിരിക്കും. യു വിൽ ബി അറ്റ് 59. ഓക്കെ. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ സ്റ്റോക്ക് എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റോക്ക് 50,000 ആണ്. സോ സ്റ്റോക്ക് നമ്മൾ അതേപോലെ എടുത്ത് എഴുതുന്നു 50,000 ലെസ് അൺപെയ്ഡ് സ്റ്റോക്ക്. അൺപെയ്ഡ് സ്റ്റോക്ക് വരുന്നില്ല. നമ്മുടെ സൺഡേ ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 15,000 ആണ്. സോ അതൊന്നും എന്ത് ചെയ്യുന്നു? അത് കുറയ്ക്കുന്നു. 15,000 കുറയ്ക്കുന്നു. 50,000 മൈനസ് 15,000 ഈസ് 35,000. അതാണ് നമ്മുടെ പെയ്ഡ് സ്റ്റോക്ക്. പെയ്ഡ് ഫോർ സ്റ്റോക്ക് അല്ല, പെയ്ഡ് സ്റ്റോക്ക്. ആൻഡ് മാർജിൻ എത്രയാ? 20% ആണ്. മാർജിൻ ഓൺ സ്റ്റോക്ക് ഇസ് 20%. സോ 35,000 into 20%, which comes to 7,000. നമ്മൾ എന്ത് ചെയ്യുന്നു? പെയ്ഡ് സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കുന്നു. മാർജിൻ പെയ്ഡ് സ്റ്റോക്കിൽ നിന്ന് മാർജിൻ കുറയ്ക്കുന്നു. 35,000 മൈനസ് 7,000, which comes to 28,000. Okay, അപ്പം drawing power on stock is 28,000. In debtors, ഡെറ്റേഴ്സിനെ ബേസ് ചെയ്ത് സ്റ്റോക്ക് ഡെറ്റേഴ്സിനെ ബേസ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. സോ ഡെറ്റേഴ്സ്, ടോട്ടൽ ഡെറ്റേഴ്സ് എത്രയാണ്? 45,000 ആണ്. ഇതിൽ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ഡെറ്റർ ഉണ്ട്. 3 മന്ത്സിൽ കൂടുതലായിട്ട് ഡെറ്റർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അത്രയാ 5,000. സോ 45,000 മൈനസ് ലെസ് ineligible debtor, which is 5,000. Eligible debtor എത്ര വന്നു? 45,000 minus 5,000 comes to 40,000. Margin at 50%. എത്രയാണ്? 40,000 50% എത്രയാണ്? 20,000. ഇത് രണ്ടും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 20,000. So drawing power on debtors comes to 20,000. 28,000 plus 20,000 comes to total drawing power, which is 48,000. പക്ഷേ നമ്മുടെ ഡ്രോയിങ് പവർ, സാങ്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 45,000 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് 48,000 എടുക്കാൻ പറ്റില്ല. വി കൻ ഓൺലി ടേക്ക് 45,000. നിങ്ങൾക്ക് ജസ്റ്റ് അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് പോലെ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം എന്നുള്ളൂ. അതായത് ദി total drawing power comes to 48,000. But since the sanction limit is 45,000, the drawing power of S Limited will be limited to the sanction limit, which is equal to 45,000. Hence, drawing power is equal to, drawing power of S Limited is equal to rupees 45,000. Okay? ഇങ്ങനെ വേണം നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ഒരു ടൈപ്പ് ഓഫ് കുറച്ച് സെന്റൻസ് ബേസ്ഡ് പോലെയാണ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നേക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ ഒരു ടാബ്ലർ ഫോം പെർട്ടിക്കുലർ എമൗണ്ട് റുപ്പീസ് എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടാണ്. പക്ഷെ ഇതൊരു സെന്റൻസ് ഫോം ആണ്. സെന്റൻസ് ഫോം വരുമ്പോൾ ഈവൻ ദോ സെയിം ക്വസ്റ്റ്യൻ നമ്പർ 1 അതേപോലെ തന്നെ നമ്മൾ സെന്റൻസ് ഫോമിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രിക്കി ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ എല്ലാം വായിക്കാനായിട്ട് നിൽക്കത്തില്ല എക്സാം സമയത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡിലായിരിക്കും നമ്മൾ. ഇതാണ് എങ്ങനെയും പെട്ടെന്ന് തീർക്കുക എന്നുള്ള ഒരു മൂഡിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോ ഇങ്ങനെ സെന്റൻസ് ഫോമിൽ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കുറെ എമൗണ്ട്സും കാര്യങ്ങൾ കാണുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പെട്ടെന്ന് നോക്കി പോകുന്ന ഒരു ആസ്പെക്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു ആസ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ക്വസ്റ്റ്യൻ ഫുൾ ഒരു തവണ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ നോക്കാം എങ്ങനെയാണ് വായിക്കാം. GEP ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്കൊരു ജസ്റ്റ് ഒരു പെൻസിലോ അല്ലെങ്കിൽ വേറൊരു കളർ പെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ GEP ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എൻഗേജ്ഡ് ഇൻ ഒബ്റ്റെയിനിങ് റൈസ് ഫ്രം പാഡി. അത് നമുക്ക് ഇവിടുത്തെ പറ്റിയ ഡ്രോയിങ് ഫോർ കമ്പ്യൂട്ടേഷൻ ആവശ്യമില്ല. നമ്മൾ ആദ്യം വായിച്ചു കൊടുക്കും. A company engaged in obtaining rice from paddy is enjoying a cash credit facility against hypothecation of paid stock and book debts eligible up to 90 days only from LMV Bank. Okay, LMV Bank ആണ് അവിടുത്തെ ബാങ്ക്. for 4 crores up to 90 days only. Book debts eligible up to 90 days only. Book debts എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഡെറ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പോവാണ്. അത് എന്തിനാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ട് വരാം. The letter sanctioning the above credit facility stipulates margin at 25% on stock. Stock in 25% ആണ്. And 40% on eligible book debts up to 90 days. 90 days വരെ ഉള്ളത് മാത്രമേ എടുക്കൂ. 3 months വരെയുള്ള ഡെറ്റേഴ്സിന്റെ മാത്രമേ എടുക്കുള്ളൂ. അതിന് മുന്നേ അല്ലെങ്കിൽ 3 months കൂടുതലായിട്ട് ഏതെങ്കിലും ഡെറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ will not take it. Will remove from the total book debts. Okay. Now, while preparing stock statement as on
30/6/2023, the accountant of the company calculates value of stocks for 5 crores, including rupees 1 crore of rice, which was lying in a low-lying godown and was completely damaged during recent floods caused by river Yamuna. അതായത് അവരുടെ വാല്യൂ ഓഫ് സ്റ്റോക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 crores ആണ്. അതിൽ 1 crore റൈസ് എന്ത് പറ്റി? ലോ ലൈൻ ഗോഡൌണിൽ കിടപ്പുണ്ടായിരുന്നു. അത് ഫ്ലഡ് വന്നിട്ട് എന്ത് പറ്റി? അത് കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോയി. ഇമ്പോർട്ടന്റ് ആണ്. Then debtors outstanding as on 30/6/2023 are rupees 3 crores, including 50 lakhs outstanding for more than, I think, for the last 6 months. Oh. Trade creditors outstanding as on date is 2 crores. Okay. And our particular accountant, he calculates drawing power as on 30/6/2023 for rupees 3.3 crores. Is he correct? That accountant is either the calculation correct or no? Justify with your workings. What does drawing power calculated by you signify to the borrower company? രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്ന്, അക്കൗണ്ടന്റ് ഒരു ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് നമ്മൾ വർക്കിംഗ് വെച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, നമ്മൾ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബോറോവർ കമ്പനിക്ക് എങ്ങനെയാണ് അത് ബെനിഫിറ്റ് ആവുന്നത്? ഇത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈ പർട്ടിക്കുലർ സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 മാർക്കും, ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ 4 മാർക്കും ഒന്ന് വരും. ആൻഡ് രണ്ടിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ദിവസം വായിച്ചു. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ഓരോന്നും ജസ്റ്റ് ഇനിയും എക്സ്പ്ലനേഷൻ ആണ്, ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ജസ്റ്റ് വായിക്കാനായിട്ട്. വായിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നിങ്ങൾ നോർമലി നോക്കുന്നത്, അതായത് ആ പർട്ടിക്കുലർ എമൗണ്ട്സ് എന്തിനെ ബേസിക്കൽ എമൗണ്ട്സ് എന്ന് ഹൈലൈറ്റ് ചെയ്തു അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ TEP ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. അവര് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് എത്ര ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്? 4 crores. അതായത് അവർക്ക് സാങ്ഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 4 crores ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മാർജിൻ ഓൺ സ്റ്റോക്ക് 25% ആണ്. ഓക്കെ, മാർജിൻ ഓൺ സ്റ്റോക്ക് 25%. മാർജിൻ ഓൺ ബുക്ക് ഡെറ്റ്സ് എത്രയാണ്? 40% ആണ്. അതേപോലെ ബുക്ക് ഡെറ്റ്സ് എലിജിബിൾ അപ് ടു 90 days ഓൺലി. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ സ്റ്റോക്ക് വാല്യൂ വരുന്നത് 5 crores ആണ്. അതിൽ ഡാമേജ് ആയിട്ടുള്ളത് 1 crore ആണ്. ഇനി ഡെറ്റേഴ്സ് വരുന്നത് 3 crore ആണ്. ഓൾറെഡി നമുക്ക് മനസ്സിലായി 6 months കൂടുതലായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്ന ആള്, അത് നമുക്ക് അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ എടുത്ത് കളയാം. ഇൻ എലിജിബിൾ ഡെറ്റർ എത്രയാണ്? 50 lakhs. ഇവിടെ നമ്മളെല്ലാം ക്രോസിലാണ് നോക്കുന്നത്. സോ ഒന്ന് ക്രോസിലോട്ട് കൺവേർട്ട് ചെയ്യാം. എത്രയാ? 0.5 crore. എന്താണ്? ഇൻഎലിജിബിൾ ആണ്. ഇനി സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. എത്രയാണ്? 2 crores. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഇങ്ങനെ നോർമലി കമ്പ്യൂട്ട് ചെയ്യുന്നത് സ്റ്റോക്ക് മൈനസ് ക്രെഡിറ്റേഴ്സ് ഗിവ്സ് an amount. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർജിൻ ലെസ് ചെയ്യുന്നു, കിട്ടുന്ന എമൗണ്ട് ആണ് ഇത് നമ്മുടെ ഡ്രോയിങ് പാർട്ട്. ഡെറ്റേഴ്സ് ലെസ് ഇൻഎലിജിബിൾ ഡെറ്റേഴ്സ് ഒരു എമൗണ്ട് കിട്ടും, അതിൽ നിന്ന് മാർജിൻ കുറയ്ക്കുന്ന എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ് പാർ കിട്ടുന്നത്. A plus B ചെയ്യുമ്പോഴത്തേക്ക് ഡ്രോയിങ് പാർ കിട്ടും. കമ്പയർ ഇറ്റ് വിത്ത് സാങ്ഷൻ ലിമിറ്റ്, വിച്ച് എവർ ഈസ് ലെസ് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കും. ഡ്രോയിങ് പാർ ഓർ SL വിച്ച് എവർ ഈസ് ലെസ് ഓൺ ദ ബേസിസ് ഓഫ് സാങ്ഷൻ ലിമിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി സോൾവ് ചെയ്യാം. സോ സ്റ്റോക്ക്, okay, computation of drawing power for cash credit account of TEP Industries Private Limited. Particulars amount in crores rupees. അതേപോലെ drawing power amount in crores. Amount drawing power amount in crores rupees. Okay, ഇതൊരു മിസ്റ്റേക്ക് ആണ്, ചെയ്യരുത്. പിന്നെ സ്റ്റോക്ക് എത്രയാണ്? സ്റ്റോക്ക് അറ്റ് റിയലൈസബിൾ വാല്യൂ. സ്റ്റോക്ക് നമുക്ക് 5 crores ആണ് നമ്മുടെ സ്റ്റോക്ക്. പക്ഷേ അവിടെ ഡാമേജ് സ്റ്റോക്ക് ഉണ്ട്. ഡാമേജ് സ്റ്റോക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ നോർമൽ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലായിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 2 ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 അങ്ങനെ ഇല്ലായിരുന്നു. ഇത് എടുക്കണോ വേണ്ടയോ? ഇല്ല, ഡാമേജ് സ്റ്റോക്ക് ആണ്. ഡാമേജ് സ്റ്റോക്ക് ആണ്, പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഡ്രോയിങ് പാർട്ട് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, അങ്ങനെ ഒരു സ്റ്റോക്ക് ഇല്ല, ഇപ്പോൾ ഡാമേജ് ആയിപ്പോയി. അങ്ങനെ ബാലൻസ് 4 crores നമ്മൾ എടുക്കും. സോ സ്റ്റോക്ക്
5 crores. Less damage stock 1 crore ആണ് ഡാമേജ് ആയി പോയത്, അത് നമ്മൾ കുറയ്ക്കുന്നു. വാല്യൂ ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ 30/6/2023 comes to 4 crores. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് അൺപെയ്ഡ് സ്റ്റോക്ക് അല്ലെ, ലെസ് ഡയറക്ട്ലി സൺട്രി ക്രെഡിറ്റേഴ്സ്. എത്രയാണ് നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ്? 2 crores. 2 crores കുറച്ചു. എത്ര കിട്ടി? പെയ്ഡ് സ്റ്റോക്ക് എത്രയാണ്? 2 crores. 4 crores minus 2 crores comes to 2 crores. ഇനി മാർജിൻ എത്രയാണ് നമ്മുടെ? മാർജിൻ ഓൺ സ്റ്റോക്ക് 25%, മാർജിൻ ഓൺ ഡെപ്റ്റർ 40% ആണ്. സോ 2 crores-ന്റെ 25% കുറയ്ക്കുമ്പോൾ 0.5 വരും. സോ അത് നമ്മൾ എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ്. 2 crore minus 0.5 comes to 1.5 crores. Drawing power on stock comes to 1.5. ഇനി ഡെറ്റേഴ്സ് എത്ര ഉണ്ട്? 3 crore ഡെറ്റർ ആണ്. അതിൽ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ഡെറ്റർ 50 lakh. സോ 0.5 കുറയ്ക്കുന്നു. എത്ര കിട്ടും? എലിജിബിൾ ആയിട്ടുള്ള ഡെറ്റർ 2.5. മാർജിൻ 40% ആണ്. 2.5-ന്റെ 40% comes to 1. ഇത് രണ്ടും ലെസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും 1.5 crores ആണ് നമ്മുടെ ഡ്രോയിങ് പാർ ഓൺ ടോട്ടൽ ഡ്രോയിങ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്? A plus B comes to 3 crores. സാങ്ഷൻ ലിമിറ്റ് എത്രയായിരുന്നു? സാങ്ഷൻ ലിമിറ്റ് വന്നത് 4 crores ആണ്. നമുക്കിവിടെ എത്രയാണ് ഡ്രോയിങ് പാർ? ഡ്രോയിങ് പാർ comes to 3 crores. So the drawing part will be 3 crores. പക്ഷേ ഇവിടെ ആ പർട്ടിക്കുലർ അക്കൗണ്ടിന്റെ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? 3.3. തെറ്റാണോ? യെസ്, തെറ്റാണ്. നമ്മൾ ജസ്റ്റിഫൈ ചെയ്തു വിട്ടാ ഓക്കെ. ഇനി ഡ്രോയിങ് പാർ കാൽക്കുലേറ്റഡ് ബൈ യു സിഗ്നിഫൈ, വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ ടു ദി ബോർഡ് കമ്പനി അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ TEP ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് എന്താണ് ഈ പർട്ടിക്കുലർ ഡ്രോയിങ് പാർ കൊണ്ട് സിഗ്നിഫിക്കൻസ്? വേറൊന്നുമില്ല, അവർക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ലോൺ ഫെസിലിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ വിതിൻ ദാറ്റ് പർട്ടിക്കുലർ ഡ്രോയിങ് പാർ, അതായത് 3 crores വരെ അവർക്ക് എന്ത് ചെയ്യാം? പർട്ടിക്കുലർ ബാങ്കിൽ നിന്ന്, നമ്മുടെ ഈ എക്സാമ്പിളിൽ LMB ബാങ്കിൽ നിന്ന് 3 crores വരെ അവർക്ക് ക്രെഡിറ്റ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. മേ ബി അവർക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് എന്താണ് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ക്രെഡിറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ് ടു 3 crores. ഇതാണ് സിഗ്നിഫൈ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡ്രോയിങ് പാർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 2 കംപ്ലീറ്റ് ആയി. ഇതൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈസി ആൻഡ് സിമ്പിൾ, ജസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 ജസ്റ്റ് നമുക്ക് നോക്കി പോകാം. നിങ്ങൾ സോൾവ് ചെയ്യും. സെയിം ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 1 സെയിം, ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. Computed drawing part for cash credit account of Kripa Limited for the month of March 2024 with the following information. എന്താണ്? സ്റ്റോക്ക് 60,000 ആണ്. ഡെറ്റർ ഉണ്ട് 55,000. അതിൽ 15/11/2023 ബേസ് ചെയ്തിട്ട് 5,000 എന്താണ് പ്രശ്നമുള്ള ഒരു ഡെറ്റർ ആണ്. സൺഡേ ക്രെഡിറ്റേഴ്സ് വരുന്നത് 10,000 ആണ്. സാങ്ഷൻ ലിമിറ്റ് വരുന്നത് 48,000 ആണ്. മാർജിൻ ഓൺ സ്റ്റോക്ക് 30%. മാർജിൻ ഓൺ ഡെറ്റേഴ്സ് 40%. ഡെറ്റേഴ്സ് ഓൾഡർ ദാൻ 3 months ഇൻഎലിജിബിൾ ആണ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഡ്രോയിങ് പാർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഈ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആൻസർ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. എനിക്ക് അയച്ചു തരാം. ഞാനത് ക്ലിക്കാണോ അല്ലയോ പറയാം. ഓക്കെ, ആൻസർ സിമ്പിൾ ആണ്. ഇപ്പോഴേ ഞാൻ പറയാണ്, ഡ്രോയിങ് പാർ വിൽ ബി മോർ ദാൻ ദി സാങ്ഷൻ ലിമിറ്റ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബേസിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എത്രയാണ് നിങ്ങൾക്ക് ആൻസർ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. ഞാനത് പറയാം. ഓക്കെ, സോ that comes to the end of the drawing part computation questions. Simple ആണ്. ജസ്റ്റ് ഞാൻ മാക്സിമം നമ്മളിപ്പം ഹാഫ് ആൻ അവർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, ഇത്രയും സിമ്പിൾ ആയിരുന്നു എന്ത് ഡ്രോയിങ് പാർ കമ്പ്യൂട്ടേഷൻ. സോ സ്കിപ്പ് ചെയ്യാതെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുള്ളി കാണാൻ പറ്റി എന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ഇല്ല, നിങ്ങൾ ജസ്റ്റ് ആ റിവിഷൻ ഏരിയ മാത്രം നോക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. അപ്പം ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് 4 to 6 marks സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, താങ്ക് യു.